പുതുയുഗ പിറവിയുടെ ഏറ്റവും മനോഹരമായ അധ്യായമാണ് രചിക്കുന്നത്. നമുക്കറിയാം എന്തൊരു വിഷനാണ് UDF അവതരിപ്പിക്കുന്നത്, എന്തൊരു കാഴ്ചപ്പാടാണ് UDF അവതരിപ്പിക്കുന്നത്. 5 കൊല്ലം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയമല്ല, 50 കൊല്ലം കേരളത്തെ നിലനിർത്താനുള്ള നയമാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ VD സതീശൻ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. നന്ദി. അതിനു മുമ്പായി UDFന്റെ ഒരു ഹാരാർപ്പണം ആദ്യമായി നടക്കും. UDFന്റെ ആരാർപ്പണം നടത്തുന്നതിന് വേണ്ടി MLA അടക്കം UDFന്റെ നേതാക്കന്മാരെ വളരെ വലിയ പ്രോത്സാഹനം ചെയ്യുന്നു. ഈ പെരിന്തൽമണ്ണയിലേക്ക് പുതുയുഗ യാത്രയുമായി കടന്നു വന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുകളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി KPC ജനറൽ സെക്രട്ടറി ശ്രീ V ബാബുരാജ് ഉപഹാരം നൽകി സ്വീകരിക്കുന്നു. MLA ഉപഹാരം നൽകുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ നമ്മുടെ MM സക്കീർ ഹുസൈൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ, ഈ നാടിന്റെ പ്രിയങ്കരനായ MP CT മുഹമ്മദ് ബഷീർ സാഹിബ്, നമ്മുടെ പെരിന്തൽമണ്ണയുടെ ജനകീയനായ നായകൻ ശ്രീ നജീബ് കാന്തപുരം MLA, പ്രിയപ്പെട്ട ശ്രീ AP അനിൽകുമാർ, ശ്രീ വന്നാലകത്ത് സൂപ്പി, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ശ്രീ സന്ദീപ് വാര്യർ, പ്രിയപ്പെട്ട ശ്രീ VS ജോയി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, നിയോജകമണ്ഡലം UDF ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, എന്റെ പോരാളികളായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ നിങ്ങളെ പോരാളികൾ എന്ന് വിളിച്ചത് നമ്മളെല്ലാവരും ചേർന്നൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. വേദിയിലിരിക്കുന്ന ഞങ്ങളും ഞാനും നിങ്ങളുമെല്ലാം ഈ യുദ്ധത്തിലെ പോരാളികളാണ്. നമ്മൾ ഈ യുദ്ധം ജയിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഈ യുദ്ധം ജയിക്കണം എന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷമാണ്. അത് നമ്മൾ സാക്ഷാത്കരിക്കും. ഈ സർക്കാർ 10 വർഷം കൊണ്ട് തകർത്തത് നമ്മുടെ കേരളത്തെയാണ്. നമ്മുടെ കേരളത്തെ. ഒരു നാടിന്റെ ഏറ്റവും വലിയ നട്ടെൽ എന്താണ്? ആ നാടിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ഒരു നാടിന്റെ നട്ടെല്ല്. ആ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിച്ചു ഇവർ. അതിനെ തകർത്തു തരിപ്പണമാക്കി. അടുത്ത മാസം പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ അധികാരത്തോട് സലാം പറയും. പക്ഷെ അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇദ്ദേഹം അധികാരത്തിൽ നിന്ന് ഒഴിയുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ, അതാണ് എനിക്ക് പറയാനുള്ളത്, കേവലം പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ്. എവിടെയെല്ലാം ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം കേരളത്തെ പുനർജനിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പദ്ധതികളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലമായി UDF നമ്മുടെ രാജ്യത്തും പുറത്തുമുള്ള നിരവധിയായ വിദഗ്ധരായ ആളുകളുമായി സംസാരിച്ച് നിരവധി ടീമുകൾ രൂപീകരിച്ച് എവിടെയെല്ലാം ഇവർ പരാജയപ്പെട്ടോ അവിടെയെല്ലാം നമ്മുടെ ബദലുണ്ടാക്കാനുള്ള ഗവേഷണ തുല്യമായ ഗ്രഹപാഠമാണ് ചെയ്തത്. ഈ സമ്പദ് വ്യവസ്ഥ ഇവർ തകർത്തത് നമ്മളതിനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. മികച്ച ഫിനാൻസ് ധനകാര്യ മാനേജ്മെന്റ് കൊണ്ടുവരും, മികച്ച നികുതി ഭരണം കൊണ്ടുവരും, ഖജനാവിന്റെ ചോർച്ചയടയ്ക്കും, സമ്പദ് വ്യവസ്ഥയെ കുതിച്ചുയർത്തും. ഇപ്പോൾ
പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവിൽ നമ്മൾ ആ ഖജനാവ് നിറയ്ക്കും. ഖജനാവിലെ പണം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റും, അവന്റെ കണ്ണീരൊപ്പും, അവന്റെ ജീവിത നിലവാരം ഉയർത്തും, നമ്മുടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ഗ്രഹപാഠം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ സാധാരണ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമൊക്കെ പറയും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാവി കേരളത്തെ കുറിച്ചാണ്, വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കേരളത്തെ മാറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് നമ്മൾ ആക്ഷേപം ഉന്നയിച്ചു, ശരിയല്ലേ? വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് ആരോഗ്യവതിയാക്കി നമ്മൾ കേരളത്തിലൂടെ നടത്തും. നമ്മൾ 9 മാസക്കാലം മുമ്പ് ഒരു ഹെൽത്ത് കമ്മീഷൻ ഉണ്ടാക്കി. ഡോക്ടർമാരുടെ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള 300ഓളം ഡോക്ടർമാരുടെ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. ആ കമ്മീഷൻ 600-ലധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ചു. നമ്മൾ ഇന്നലെ ഒരു വിഷൻ ഹെൽത്ത് ഡോക്യുമെന്റ് അവതരിപ്പിച്ചു കേരളത്തിന്റെ മുന്നിൽ. വരാനിരിക്കുന്ന കേരള ആരോഗ്യരംഗം എങ്ങനെയായിരിക്കണമെന്ന്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജാണ്. ഒരു രോഗിയും മരുന്നില്ലാതെ, ചികിത്സ കിട്ടാതെ കേരളത്തിൽ ഇനി മരിക്കില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഹോസ്പിറ്റലാണ്. ട്രൈബൽ ഏരിയയിൽ ട്രൈബൽ ഹോസ്പിറ്റലാണ്. സാംക്രമിക രോഗങ്ങൾ തടയാൻ വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോമാണ്. നിരവധിയായ പദ്ധതികളാണ്. ഞാൻ എല്ലാം സമയക്കുറവ് മൂലം വിശദീകരിക്കുന്നില്ല. ഞാൻ കരുതുന്നു അതുകൂടെ നടപ്പാക്കിയാൽ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്ക് കേരളത്തിലേക്ക് എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ നമ്മൾ മാറ്റി. അതോടൊപ്പം മറ്റൊരു ടീം, മുൻ വൈസ് ചാൻസലർമാരടക്കമുള്ള ഒരു വലിയ ടീം, CT മുഹമ്മദ് ബഷീർ സാഹിബ് ആ ചടങ്ങിൽ പങ്കെടുത്തതാണ്. ഞങ്ങളൊരു എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി. നമ്മളൊരു ഡോക്യുമെന്റ് വരും. ഈ യാത്ര തീരുന്നതിന് മുമ്പ് ഇതെല്ലാം പുറത്തു വരും. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് പഠിക്കാൻ പോകും. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF വരുമ്പോൾ കാനഡയിലും ജർമ്മനിയിലും UK-യിലും ഓസ്ട്രേലിയയിലും നമ്മുടെ കുട്ടികൾ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ തുടങ്ങും. അവര് പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ അവർക്ക് 2 ഓപ്ഷനാണ്. ഒന്ന് തൊഴിൽ, 2 സംരംഭം തുടങ്ങാൻ. ഈ 2 ഓപ്പർച്യൂണിറ്റി, അവസരവും അവർക്ക് കൊടുക്കും. അതിനുള്ള കേരളം ഇന്നേ വരെ തയ്യാറാക്കാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രഖ്യാപിക്കും. കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണം തടയാൻ, കാർഷിക മേഖലയിൽ ഊർജമുണ്ടാക്കാൻ, ഉത്തേജകമുണ്ടാക്കാൻ ഉള്ള കാർഷിക പാക്കേജ് നമുക്കുണ്ട്. ഇനിയൊരു സ്വപ്ന പദ്ധതിയുണ്ട്. ഒന്നല്ല, നിരവധി. അതിലൊന്ന് പറയാം. 600 കിലോമീറ്റർ തീരപ്രദേശമാണ് കേരളത്തിൽ. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, വിഴിഞ്ഞത്തും കൊച്ചിയും. ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി പോർട്ടുകളുണ്ട്. ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയാണ് നമ്മൾ. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70-75% ഇതിന്റെ 4-1 ചെലവിൽ കടലിലൂടെ പോകും. റോഡ് ഫ്രീ ആവും. മാത്രമല്ല, ഈ തുറമുഖങ്ങൾ വളരും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ്, അതായത് പാസഞ്ചേഴ്സിനെ കൊണ്ടുവന്ന് ടൂറിസം. 3ാമത്തെ ഘട്ടത്തിൽ നദികളെ കൂടി ചേർത്തുകൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ടൂറിസ്റ്റ് പ്രോജക്ട്. ഇത് പൂർത്തിയാകുമ്പോൾ സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണമെന്നുള്ള UDF-ന്റെ സ്വപ്നം കുറെ നാളായി മനസ്സിലുള്ളത്. വെറുതെയല്ല പറയുന്നത്. മാരിടൈം എക്സ്പെർട്ടുകളുമായി ആലോചിച്ച്, ഷിപ്പിംഗ് എക്സ്പെർട്ടുകളുമായി ആലോചിച്ച്, നിയമപരമായ നടപടിക്രമങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇനി കുറേയുണ്ട്, ഞാൻ പറയില്ല, സസ്പെൻസ്. ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞല്ലോ, എവിടെ ഇവർ പരാജയപ്പെട്ടോ അവിടെ നമുക്ക് പദ്ധതികളുണ്ട്, നമുക്ക് ആത്മവിശ്വാസമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്.
നിശ്ചയദാർഢ്യമുണ്ട്, നമുക്ക് ലക്ഷ്യബോധമുണ്ട്. UDFന്റെ വാക്ക് ഇനി കേരളം പുറകോട്ട് നടക്കില്ല, കേരളം മുന്നിലേക്ക് കുതിക്കും. നമുക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന നമ്മുടെ തലമുറ ഈ കേരളത്തിൽ ഉണ്ടാകണം. നമ്മുടെ ക്രീമായിട്ടുള്ള യുവത്വം അവരിവിടെ നിന്ന് വിട്ടുപോകരുത്, അവരിവിടെ ഉണ്ടാകണം. ഈ കേരളത്തെ നമുക്ക് ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയും. ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പും ഗ്രഹപാഠവും നടത്തിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പ്രതിപക്ഷം, ഒരു ഭരണകക്ഷിയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരാളും ചെയ്യാത്ത തയ്യാറെടുപ്പോടും. വെറും മാനിഫെസ്റ്റോയല്ല, മാനിഫെസ്റ്റോയിലേക്ക് ആളുകൾക്ക് വിശ്വാസം പോയി, വിശ്വാസ്യത പോയി, പറഞ്ഞത് ചെയ്യാതെ. അതൊക്കെ പ്രഖ്യാപനങ്ങളാണ്. ഇത് പ്രഖ്യാപനങ്ങളല്ല, തീരുമാനങ്ങളാണ്. സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിച്ച്, സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച്, സോഷ്യൽ ഇമ്പാക്ട് നോക്കി, പാരിസ്ഥിതികമായ കാര്യങ്ങൾ വരെ പരിശോധിച്ചിട്ടുള്ള പദ്ധതികളാണ്. സമയബന്ധിതമായി അത് നടപ്പാക്കും, അതിനാവശ്യമായ പണമുണ്ടാക്കും. കേരളത്തിന് അത് കഴിയും. നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമുക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്ക് ആത്മവിശ്വാസമാണ് പകർന്നു കൊടുക്കേണ്ടത്. തീരുമാനങ്ങൾ എടുത്താൽ അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി അത് കേരളത്തിലുണ്ടാവും. നിങ്ങൾ ധൈര്യമായിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയുക, കേരളം മാറാൻ പോവുകയാണ്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് നമ്മളൊരു പുതുയുഗത്തിന്റെ തിരശ്ശീല ഉയർത്തുകയാണ്. വെറുതെയല്ല പുതുയുഗ യാത്ര എന്ന് പേരിട്ട്. കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന ചർച്ച വർഗീയതയാണ്. അതൊന്നുമല്ല വേണ്ടത്. കേരളത്തെക്കുറിച്ച്, ഭാവി കേരളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കട്ടെ, അതല്ല വേണ്ടത്. ക്വാളിറ്റി ടൈമാണ് നമ്മൾ വെറുതെ ദുരുപയോഗം ചെയ്യുന്നത്. കേരളത്തിന് വേണ്ടി സംസാരിക്കട്ടെ, ചർച്ചകൾ നടത്തട്ടെ, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഇപ്പൊ വർഗീയതയാണിപ്പോ. നിങ്ങൾക്കറിയാം, സംഘപരിവാർ അവരെന്നും അതുപോലെ ഏത് സംസ്ഥാനത്ത് ചെന്നാലും മതങ്ങളെ തമ്മിലടിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്തി അവർക്ക് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടുപിടിക്കില്ല. അപ്പൊ തമ്മിലടിപ്പിക്കണം, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം. അതേ പാതയിൽ ഇപ്പൊ കേരളത്തിലെ CPM സഞ്ചരിക്കുകയാണ്. ഡൽഹിയിലെ ചേട്ടൻ ബാവയുടെ അതേ വഴിയിൽ തിരുവനന്തപുരത്ത് അനിയൻ ബാവയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നടക്കുന്നത്. ഞാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ കേട്ടു. 35 ദിവസം മുഴുവൻ ന്യൂനപക്ഷ പ്രേമമായിരുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, പാലസ്തീനിലെ യുദ്ധത്തെക്കുറിച്ച്, പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച്. പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായത് കാപട്യമാണ്, അവർ വോട്ട് ചെയ്തില്ല. അപ്പോഴേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റി. ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായെന്നറിയോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ പാലസ്തീനെ പറ്റിയും പൗരത്വ രജിസ്റ്ററെ പറ്റിയും പറയുന്നില്ല. ഇപ്പോ നിങ്ങൾ അറിയണം, തിരുവനന്തപുരത്ത് പോയി ഈ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ വർഗീയ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് ഒരു ഇന്റർവ്യൂ കൊടുത്തു. മലപ്പുറത്തെ കുറിച്ചാണ് മോശമായ പരാമർശങ്ങൾ ഈ മുഖ്യമന്ത്രി നടത്തിയത്. തുടക്കമിടുകയായിരുന്നു, തിരികൊളുത്തുകയായിരുന്നു. പിന്നെ പുറകെ കിങ്കരന്മാർ വന്നു. AK ബാലൻ, പിന്നെ ഒരു മന്ത്രി സജി ചെറിയാൻ പറയുകയാണ്. എന്താ പറഞ്ഞത്? മലപ്പുറത്ത് നിന്ന് ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം, പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. അല്ലിപ്പോഴും ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിലിരിക്കുകയാണ്. ഇതെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? നാണമുണ്ടോ നിങ്ങൾക്ക്? UDFിലെ ഒരാളാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ 24 മണിക്കൂറകം ഞങ്ങളെ പുറത്താക്കിയത്. 24 മണിക്കൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞൊരു മന്ത്രി. ഇതെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഇവര് ഒരേ വഴിയില്ല. പക്ഷേ വർഗീയത പറഞ്ഞാലും വരണ്ട. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും UDF അതിനെ ശക്തിയായി എതിർക്കും, ചോദ്യം ചെയ്യും. ഏത് കോലകൊമ്പൻ വന്ന് വർത്തമാനം പറഞ്ഞാൽ വോട്ടെന്നും പറഞ്ഞ് ഞങ്ങളെ ആരും പേടിപ്പിക്കണ്ട, വോട്ട് ബാങ്ക് എന്നും പറഞ്ഞ് ഒരാളും ഞങ്ങളെ പേടിപ്പിക്കണ്ട. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും വർഗീയത പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുക ചെയ്യും. 4 വോട്ടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു നേരത്തെ, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാവും. കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകണം. അവിടെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നൊരു സാഹചര്യം ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് സമ്മതിക്കില്ല. ഈ കേരളത്തെ തകർക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് ഈ CPM തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ്.
അതിനെ വെള്ളമൊഴിച്ച് കെടുത്താനുള്ള ആർജവം കേരളത്തിലെ UDF-നുണ്ട് എന്ന് ഞാൻ പറയുന്നു. നമ്മളത് ചെയ്യും. നമ്മുടെ നിലപാടാണ്. ആ നിലപാട് മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ധൈര്യമായി നിൽക്കുക. വർഗീയതയാണ് ഇവിടെ കുഴിച്ചു മൂടപ്പെടുന്നത്. വർഗീയതയെ കുഴിച്ചു മൂടിയിട്ടായിരിക്കും UDF കേരളത്തിൽ വിജയക്കൊടി നാട്ടുന്നത്. വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വിജയം കൂടിയായി കേരളത്തിലെ UDF-ന്റെ വിജയമാണ്. നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ട മറുപടി, നമ്മൾ തോളോട് തോൾ ചേർന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരുത്തനും വരണ്ട എന്ന് കേരളത്തിൽ പറയണം. നമുക്ക് നാടിന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങള് പയ്യന്നൂരിലെത്തി. അവിടെ ചർച്ചയാണ് രക്തസാക്ഷി ഫണ്ട്. കേരളത്തിലെ CPM-ന് ഇപ്പോൾ എന്താ പ്രശ്നം? രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ, ബമ്പർ ലോട്ടറി അടിക്കുന്ന പോലെ. അപ്പൊ പിരിവ് തുടങ്ങണം, എന്നിട്ട് പൈസ അടിച്ചു മാറ്റി. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പിരിച്ച് അടിച്ചു മാറ്റിയപ്പോൾ ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ചോദ്യം ചെയ്തു. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്ന 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. സ്വർണം മാത്രമല്ല കവർന്നത്, അയ്യപ്പന്റെ ശ്രീകോവിലിൽ നിന്നിരുന്ന അതിമനോഹരമായ ദ്വാരപാലക ശില്പം ഇവർ എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെയും പറ്റിച്ചു. കള്ള മുതലാണ്, അയാളോട് പറഞ്ഞില്ല, അയാളെയും പറ്റിച്ചു. അങ്ങനെ പറ്റിച്ചവരാണ് 2019 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവരിത് കട്ടു. കോടതി പറഞ്ഞു ഇത് ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാര് സാധാരണ എന്ത് ചെയ്യും? രണ്ടാമതും കട്ടു. അത് തന്നെ 2024 ആവർത്തിച്ചു. അപ്പോഴാണ് കോടതി ഇടപെട്ടത്. ഞാൻ കരുതുന്നത് അയ്യപ്പൻ തന്നെ ഇടപെട്ടാന്ന്, ഇല്ലെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ ഇവന്മാരെ അടിച്ചു മാറ്റിയാണ്. എന്നിട്ട് ആ ജയിലിൽ കിടക്കുന്ന 3 CPM-കാർക്കെതിരായി, നേതാക്കൾക്കെതിരായി ഒരു അച്ചടക്ക നടപടി എടുത്തില്ല CPM ഇതുവരെ. പേടിയാണ്. അവര് വേറെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞാൽ ക്യൂ നിൽക്കുന്നുണ്ട് കുറെ പേര്, അവര് കൂടി അകത്തു പോവും. എന്നിട്ട് ഈ പാവം കുഞ്ഞുകൃഷ്ണനെതിരായി നടപടിയെടുത്തു. ഇത് വൈരുദ്ധ്യമാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇതാണ് സിദ്ധാന്തം. ഇനി ആഗോള അയ്യപ്പ സംഗമം നടത്തി. കോടതി നോക്കി നിൽക്കുമ്പോഴാണ് കോടതി പറഞ്ഞ് ചെലവൊക്കെ ഇവിടെ പറയണോ. കോടതിയെ പറ്റിക്കുകയാണ്. ചെലവ് കൊടുക്കുമ്പോ ഏതോ ഒരു ഭജന സംഘം അവിടെ ഗാനമേള നടത്തി. ആ ഭജന സംഘം അതിന്റെ ബില്ല് എഴുതിയെടുത്തു. അവര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പോലുമില്ല. അവിടെ 600 പേരാ പങ്കെടുത്തത്. 4000 പേർക്ക് ഭക്ഷണം. കിടക്ക കൊണ്ടുവന്ന കിടക്ക വരെയന്മാരെ അടിച്ചു മാറ്റി. പണ്ട് കൊല്ലത്ത് CPM ഒരു ആഘോഷം നടത്തി, ഫെസ്റ്റിവൽ കോർപ്പറേഷന്. അപ്പോ ഒരു കുതിരയെ കൊണ്ടുവന്നു എന്ന് കണക്കെഴുതി ഈ ആഘോഷത്തിന്. അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ ചാർജ് എഴുതി മേടിച്ചു. അപ്പൊ ഓടിക്കാര് വാഹനം നോക്കിയപ്പോ മാരുതി കാറാണ്. ഇവിടെ മാരുതി കാറിൽ എങ്ങനെയാണ് കുതിരയെ കൊണ്ടുവന്നെ? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ഈ വിദഗ്ധന്മാരാണ് ഇപ്പോ ശബരിമല അയ്യപ്പനെ പറ്റിച്ച ആഗോള അയ്യപ്പ സംഘം 10 കോടി, ആകെ 600 പേര് പങ്കെടുത്ത ഒരു പരിപാടി 10 കോടിയെ 11 കോടിയെ ഇവന്മാരെ അടിച്ചു മാറ്റി. ഇവന്മാര് അയ്യപ്പന്റെ സ്വർണവും ആഗോള അയ്യപ്പ സംഗമം ഹൈക്കോടതി നിൽക്കുന്ന സാധനവും അടിച്ചു മാറ്റിയവർ ഇനി കേരളത്തിൽ വല്ലതും ബാക്കി വെക്കും. മുഴുവൻ കമഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഈ അഴിമതി എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രഖ്യാപനങ്ങളാണ്. ഏത് പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ ചുമ്മാ പ്രഖ്യാപിക്കുക. 2021 ഇവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1200 രൂപയുടെ പെൻഷൻ 2500 രൂപ. 4.25 കൊല്ലക്കാലം ഒരു ചില്ലി കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഈ ഇലക്ഷന്റെ തൊട്ട് പുറകെ ഒരാഴ്ച മുമ്പ് 400 രൂപ കൂട്ടിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരിശോധിക്കരുത്. അവരെന്ത് ചെയ്തു? 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു. പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഇടുക്കിയിലെ മണി സഖാവ് പറഞ്ഞു കൊള്ളരുതാത്തവന്മാർ ഞങ്ങളുടെ കാശും മേടിച്ച് UDF വോട്ട് ചെയ്തു. എന്റെ മണി സഖാവെ, അവർ കൊള്ളരുതാത്തവന്മാരല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം ഈ LDF 2 മാസം പെൻഷൻ തരുള്ളൂ. അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് കേരളത്തിലെ UDF ആണ് എന്നറിയാനുള്ള സാമാന്യ ബോധം സാധാരണക്കാർക്കുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയി. ഇതാണ് നമ്മൾ വലിയ മാറ്റത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു 2-3 മാസം മുമ്പ്
ഞങ്ങളിങ്ങനെ ചർച്ചയ്ക്കിരിക്കുകയാണ് എല്ലാവരും UDF. അപ്പൊ ഞാനൊരു ഇത്തിരി ഗമ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് നമുക്കെതിരായി ട്രെൻഡ് ഉണ്ടായിരുന്നപ്പോഴും 14-ൽ 9 സീറ്റ് ജയിച്ചു. എന്റെ ജില്ലയാണ്. ഞാൻ പറയും ഈ പ്രാവശ്യം ഞങ്ങൾ 14 സീറ്റും ജയിക്കുന്നു. അപ്പൊ കുഞ്ഞാലൂർ സാഹിബ് നമ്മുടെ അനിൽകുമാറിന്റെ ബോധയ്ക്ക് നോക്കി. ഇവർ രണ്ടുപേരും കൂടി അടുത്തടുത്തിരുന്നിരുന്ന കയ്യമ്മ പിടിച്ചു. എന്നിട്ട് കുഞ്ഞാലി സാഹിബ് ഇവർ എന്തോ പറഞ്ഞു. കുഞ്ഞാലി സാഹിബ് എന്നോട് പറഞ്ഞു, പിന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ മലപ്പുറത്ത് ഞങ്ങൾ 16-ൽ 16 സീറ്റും പിടിക്കുന്നു. പിടിക്കില്ലേ നിങ്ങൾ? 16-ൽ 16 സീറ്റ് പിടിക്കില്ലേ? ഉറപ്പാകണം. പെരിന്തൽമണ്ണയിൽ സ്വല്പം ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. അതിന്റെ പലിശ സഹിതം വലിയ ഭൂരിപക്ഷം ഈ പ്രാവശ്യം. ഇത് എന്തൊരു MLA ആണ്! എനിക്ക് അസൂയാണ് ഇയാളത്. എന്തെല്ലാം പ്രോജക്റ്റാണ് തുടങ്ങിയിരിക്കുന്നത്, എന്തെല്ലാം പരിപാടി! ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം. അതുപോലെ എത്ര സംരംഭങ്ങളാണ് ഇവിടെ, കുട്ടികൾക്ക് പഠിക്കാനും മറ്റ് സംരംഭങ്ങളും. എന്തൊരു എഫർട്ടാണ് ഈ മനുഷ്യനെടുക്കുന്നത്. ആദ്യമായിട്ട് MLA ആയ ഒരാളാണോ ഇത് ചെയ്യുന്നതെന്ന് സത്യം എനിക്ക് അവിശ്വസനീയമായി. ഞാൻ പിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് അത്രയും പിടിച്ചില്ല. ഭയങ്കര അസൂയ വന്നു സത്യമായിട്ട്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ആദ്യമായിട്ട് MLA, ഞാൻ 25 കൊല്ലം ഞാൻ അനിൽ MLA. ഞങ്ങൾക്കൊന്നും പറ്റാത്ത കാര്യമാണ് ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. എന്തൊരു കമ്മിറ്റ്മെന്റാണ്. ഞാൻ വെറുതെ പറയല്ല. ഞാൻ ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ MLA-മാരെ പോയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ അനിൽ എന്റെ ആത്മമിത്ര. അനിലിനെ പോലും ഞാൻ പോയിട്ട് പറഞ്ഞില്ല അവിടെ പോയിട്ട്. ഇതൊരു ഭയങ്കര മുതലാണ്. അത് 5 കൊല്ലക്കാലം അതുപോലെയാണ് ചെയ്തത്. ഞാൻ നിങ്ങളിത് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞൊന്നും തരൂല്ല. ഭയങ്കര കളനാണ്. രഹസ്യമൊന്നും പറഞ്ഞു തരില്ല. പക്ഷെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തന്നെ തോന്നി. എനിക്കൊരു കുറ്റബോധം തോന്നി. എനിക്ക് ഇത്രയും കൊല്ലമായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതിനൊക്കെയുള്ള ജനങ്ങള് നമ്മളോട് ചെറുപ്പത്തിലെ അമ്മമാര് പറയും ദൈവഭയം ഉള്ളവരായിട്ട് വളരണം. അതായത് നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവം കാണുന്നു. ജനപ്രതിനിധികൾക്ക് ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടല്ലോ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയൊക്കെ അടിച്ച് തകർത്തല്ലേ ജയിച്ചത്. എന്തായിരുന്നു! ഞാൻ ഞെട്ടിപ്പോയി. ഈ ബാബുരാജ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വെറുതെ ജയിച്ചാണല്ലോ. ബാബുരാജ് ചേട്ടൻ ജയിച്ചേട്ടാ എന്ന് പറഞ്ഞു. അവന്റെ സന്തോഷം കണ്ടപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത് ജയിച്ചെന്ന്. അതൊക്കെ തകർത്ത് നിങ്ങൾ. അപ്പോ